എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ആൽഫബറ്റ് റീഡിങ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ആൽഫബറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പുതിയ പേപ്പറിൽ മെഡിറ്റേറ്റ് ചെയ്ത് ആൽഫബറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ മനസ്സിൽ എന്താണ് അവർ ഓർത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ ഞാൻ ഷോർട്സ് ആയിട്ടൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് വെച്ചിട്ട് കേട്ടോ. ഒരുപാട് നാളായി ആൽഫബറ്റ് റീഡിങ് ചെയ്തിട്ട്, തീരെ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരുവിധം ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഓർക്കുക ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായി റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെ വന്നാലും അത് ഓവറായിട്ട് സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും ചെയ്യരുത്. എപ്പോഴും മനസ്സിൽ വേണം ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEFൽ തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ എന്താണ് എന്ന് ഒന്ന് കാണിച്ചു തരും. അവരുടെ ബേസിക്കലി അവരുടെ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്ന് കാണിച്ചു തരിക. അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEFൽ തുടങ്ങുന്നതാണ്. പ്ലീസ് ഗൈഡ്. ഓം നമ ശിവായ. എടുക്കുകയാണേ. ദ ചാരിയറ്റ്, ഗുഡ്. ലവേഴ്സ്, ഇത് വരാണ്ട് ഇരിക്കില്ല. 9 ഓഫ് പെൻറ്റക്കിൾസ്. ഓ, 8 ഓഫ് സ്വാർഡ്സ് എന്ത് പറ്റി? ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് വാൻഡ്സ്, 8 ഓഫ് വാൻഡ്സ്. ഓക്കെ, ഡെത്ത്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 4 ഓഫ് വാൻഡ്സ്. അൾട്ടിമേറ്റ്ലി ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്ന. 2 കാർഡ് മാത്രം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചാരിയറ്റ് വെച്ചിട്ട് നിങ്ങളെ കുറിച്ച് ഒരു ഉറച്ച തീരുമാനവുമായി നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ഫൈനൽ തീരുമാനം എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് തന്നെ കാണുന്നു. ലവേഴ്സ് വെച്ച് ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്, നിങ്ങളവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കാറുണ്ട് എന്ന് തന്നെ കാണുന്നു. ഒരുപാട് സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർ കുറച്ച് അവരുടെ സ്വന്തം കാര്യത്തിലും കൂടി ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ജോലി സംബന്ധമായിട്ട്, കരിയർ സംബന്ധമായിട്ട് നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരുപക്ഷെ അവർ ജോലിയിലായിരിക്കും കേട്ടോ. കുറച്ച് അതിലേക്കും കൂടി കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് എന്നും കാണുന്നുണ്ട്. ചിലരെങ്കിലും ഒരു റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇരിക്കുന്നതായിട്ട് കാണേണ്ടതെന്ന് അന്ന് എല്ലാം ക്ലാരിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വീണ്ടും അവർ ജോലിയിലും ഫൈനാൻസസിലും സേവിങ്സിലും ഒക്കെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ചിലർക്ക് ഒരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. പലരും നിങ്ങളുമായി ഒരു കമ്മ്യൂണിക്കേഷനിൽ വരണം. പലരും കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചാറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതുവരെ കോണ്ടാക്റ്റ് ഇല്ലാത്തവർക്ക് ഇൻ കോണ്ടാക്റ്റ് വരുന്നതായിട്ടും കാണുന്നു. നിങ്ങളുമായൊരു പുതിയ ബിഗിനിങ് വേണമെന്നൊക്കെ ഒരു വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി എല്ലാ കാർഡ്സും ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാം. ക്ലാരിഫൈ ദ ചാരിയറ്റ്. പ്ലീസ് ക്ലാരിഫൈ ദ ചാരിയറ്റ്. പ്ലീസ് ക്ലാരിഫൈ ദ ചാരിയറ്റ്. പ്ലീസ് ക്ലാരിഫൈ ദ ചാരിയറ്റ്. 9 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്. അവർക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് അവർക്ക്. അവർ ഒരു ജോബ് അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ ഒരു പ്രൊമോഷൻ ആയിരിക്കാം, ഒരു ജോബായിരിക്കാം, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സൈഡിൽ നിന്നൊരു തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നിരിക്കാം. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുകയായിരുന്നു. അവിടെ അവർക്ക് അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് സാധ്യമായിട്ടുണ്ട്. അതോടുകൂടി അവരൊരു ഉറച്ച തീരുമാനമെടുത്തു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാം എന്നുള്ള. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇവരുടെ അടുത്ത് നിങ്ങളുടെ ഫീലിംഗ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കാണില്ല. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു അക്സെപ്റ്റൻസ് വന്നു കാണും. അപ്പോൾ അവർക്ക് അത് സന്തോഷമാണ്.
നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. കിങ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളോട് റെസ്പെക്റ്റോട് കൂടിയ സ്നേഹമാണ്, അട്രാക്ഷനും ഉണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ സൈഡിൽ നിന്നും ഒരു അഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് അവർ ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. രാശികൾ പറഞ്ഞു തരാം. ക്യാൻസർ, കർക്കിടക രാശി, കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഈ രാശികൾ പറയുമ്പോൾ ഇത് ഈ രാശിക്കാർക്ക് മാത്രമുള്ളതല്ല ഓരോ കാർഡും. പ്രബലമായിട്ട് കൂടുതലായിട്ട് ആ രാശി അവിടെ കണക്റ്റ് ആയെന്ന് മാത്രം. കൂടുതലായിട്ട് ഈ രാശിക്കാർക്കായിരിക്കും ആ ബലം കിട്ടുക, മറ്റുള്ള രാശിക്കാർക്ക് കിട്ടില്ല എന്നില്ല കേട്ടോ. അതായത് സിറ്റുവേഷൻ അനുസരിച്ചും കൂടെ എടുത്തോളുക. രാശി പറയുമ്പോൾ അയ്യോ ഈ രാശിക്കാർക്ക് മാത്രമാണോ അത് എന്നങ്ങനെ വിചാരിക്കരുത്. പ്രബലമായിട്ട് ആ രാശി കണക്റ്റ് ആയെന്ന് മാത്രം കേട്ടോ. അത്രയും പേര് കാണുന്നുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെക്കാളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതലും. അപ്പോൾ അത്രയും പേരുടെ രാശികൾ ഇതിൽ കണക്റ്റ് ആവുണ്ടാവും. അതിൽ കൂടുതലായി കണക്റ്റ് ആയത് കാണുന്നേ ഉള്ളൂ. ഓക്കെ, നൗ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്, ക്ലാരിഫൈ ലവേഴ്സ്. എന്തുകൊണ്ടാണ് ലവേഴ്സിൻ്റെ കാർഡ് വന്നത്? പിന്നെ 2 ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് വോൺസ്. ഉറപ്പായിട്ടും അവർ റീയൂണിയൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, റീയൂണിയൻ ആയിട്ട് അവർ വരുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അവർ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണണം, ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം, മെസ്സേജസ് ഇൻ കോണ്ടാക്റ്റിലായിരിക്കണം, മെസ്സേജസ് അയക്കണം, നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, സംസാരിക്കുന്നുണ്ടായിരിക്കും, കാണാറുണ്ടായിരിക്കും. അതങ്ങനെ തന്നെ തുടർന്ന് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങളുടെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാനും ഇവർ തയ്യാറാണ്. ഓക്കെ, നിങ്ങളെ വലിയ ഇഷ്ടമാണ് അവർക്ക് കേട്ടോ. മ്യൂച്വൽ ലവാണ് എന്നവർ ക്ലിയർ ആയി തന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവരെയും ഇഷ്ടമാണ്, അവർക്ക് നിങ്ങളെയും ഇഷ്ടമാണ്. ഓക്കെ, അവിടെയും ജെമിനി, മിഥുന രാശി, കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു കൂടുതലായി കണക്റ്റ് ആയത്. Clarify 9 of Pentacles. Clarify 9 of Pentacles. Clarify 9 of Pentacles. 10 of Pentacles. 4 of Pentacles. ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ ആലോചിച്ചത് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം. കാരണം ജോലി സംബന്ധമായിട്ട് അവർ കുറച്ച് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഫാമിലി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ സേഫാക്കുക. നിങ്ങൾ അവരുടെ ഫാമിലിയാണ്. നിങ്ങളെ സേഫാക്കുക, സ്വന്തം കാര്യവും സേഫാക്കുക, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫാമിലിക്ക് തരിക എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇവർ കുറച്ച് ദൂരെ എവിടെയോ പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് മിസ്സിങ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ സ്നേഹത്തോടെ നിങ്ങളെപ്പറ്റി, സേവിങ്സിനെ പറ്റിയിട്ടും എല്ലാം ഇവർ ആലോചിക്കുന്നുണ്ട്. സേവിങ്സ് ഒക്കെ ആയതിനു ശേഷമായിരിക്കും, ഒരുപക്ഷെ അബ്രോഡൊക്കെ ആയിരിക്കാം, അവിടെ നിന്ന് തിരിച്ച് വരണമെങ്കിൽ കുറച്ച് സേവ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ നിങ്ങളെ വിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ എന്നൊരു സിറ്റുവേഷനാണ്. അവിടെ അവർ നിങ്ങളെ വളരെ മിസ്സിങ് ആയിട്ട് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫാമിലി മെമ്പർ ആവാനാണ് ഇത് കൂടുതലും സാധ്യത. ഓക്കെ, നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം. അങ്ങനെ സ്പൗസോ ഈവൻ ആരും ആയിരിക്കാം. നിങ്ങൾ ഈവൻ പാരൻസിനെ പറ്റി ആലോചിച്ചതായിരിക്കാം. അങ്ങനെ എന്തോ ആയിരിക്കാം. നിങ്ങളുടെ മകനായിരിക്കാം, മകളായിരിക്കാം. നിങ്ങൾ വളരെ ഇഷ്ടത്തോടെ ഓർക്കുന്ന ആ വ്യക്തി, അതാര് വേണമെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല അവിടെ കേട്ടോ. ഫാമിലിയിൽ മെമ്പറായിട്ടാണ് കാണുന്നത്. പെൻറ്റക്കിൾസ് ആണ് കൂടുതലായിട്ടും. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ 8 ഓഫ് സോർട്സ്. ക്ലാരിഫൈ 8 ഓഫ് സോർട്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് സോർട്സ് വന്നത് ഡിവൈൻ? എന്തുകൊണ്ടാണ് അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? എല്ലാവർക്കും അല്ല കേട്ടോ ഈ റെസ്ട്രിക്ഷൻ. ടവർ, ഓക്കെ. 2 ഓഫ് വോൺസ്. ഇപ്പോൾ ബോട്ടം വന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവിടെ ഒരു സ്ലോയിങ് ഡൗൺ എനർജിയാണ് കേട്ടോ. ഒരു കുറച്ച് ശതമാനം പേർക്ക് ഒരു ടവ് മൂവ്മെൻറ്റ് അവരുടെ ലൈഫിൽ, അവരുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. 2 റീസൺ ഉണ്ടാവാം. ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസ് ആണ്. ലോങ് ഡിസ്റ്റൻസ്, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയത്. അവിടെ അവരൊരു എന്താ പറയുക, ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. കൂടുതലായും തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ.
ഒരു പക്ഷേ ഇവർ നിങ്ങളുടെ പേഴ്സൺ കല്യാണമൊക്കെ കഴിഞ്ഞ് ലോങ് ഡിസ്റ്റൻസിൽ പോയതായിരിക്കാം നിങ്ങളെ വിട്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു ടവ് മൊമെൻ്റ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഓർക്കുന്നുണ്ടോ ചോദിച്ചാൽ ഓർക്കുന്നുണ്ട്, പക്ഷേ അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇൻ കമ്മ്യൂണിക്കേഷൻ വരാൻ അവർ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കേട്ടോ. ടവറിന് പ്രത്യേകിച്ച് നമ്മളൊരു രാശി പറയാറില്ല. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഞാൻ വീണ്ടും പറയുന്നു, രാശികൾ പറയുമ്പോൾ കൂടുതലായി കണക്റ്റ് ആവുന്ന രാശിയാണ് ഇവിടെ പറയുന്നത്. മറ്റ് രാശിക്കാർക്കും ഇതെല്ലാം ബാധകം തന്നെയാണ്. അവരവരുടെ കേസ് പോലെ എടുത്തോളുക കേട്ടോ. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. King of Pentacles, okay, and Empress. അവിടെ വീണ്ടും കപ്പിളാണ് കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും അടുപ്പമുള്ള പാർട്ട്നേഴ്സാണ്. ഓക്കെ, വളരെ അധികം പരസ്പരം സ്നേഹിക്കുന്ന കമ്മിറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ് എന്നും കാണേണ്ടത്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സംരക്ഷിക്കാനും ഫൈനാൻഷ്യലായിട്ടും ഇമോഷണലായിട്ടും തന്നെ പരസ്പരം പ്രൊട്ടക്റ്റീവായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒതുക്കി പിടിച്ച് നിർത്തുക പറയില്ലേ, ചേർത്ത് പിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്, വളരെയധികം ആരാധിക്കുന്നുണ്ട് പരസ്പരം കേട്ടോ. ഫൈനാൻഷ്യലായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്, കപ്പിളായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. അവിടെ മാരീഡ് കപ്പിളായിരിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത കേട്ടോ. നിങ്ങൾ രണ്ടുപേരും തന്നെ കരുതുന്നുണ്ട് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ്, രണ്ടുപേരും തന്നെ മറ്റൊരാളെ നിങ്ങൾ അവരുടെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഹാപ്പി കപ്പിളാണ്. അത് നല്ല രീതിയിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നു കേട്ടോ. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങളൊരു ഹാപ്പി ഫാമിലി ആയിട്ട് ഇരിക്കുകയാണ്. ക്ലാരിഫൈ 9 ഓഫ് വോൺസ്. അവിടെ പെൻഡക്കിൾ, ടോറസ്, ഇടവ രാശി, പിന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ 9 ഓഫ് വോൺസ്, ക്ലാരിഫൈ 9 ഓഫ് വോൺസ്, ക്ലാരിഫൈ 9 ഓഫ് വോൺസ്. Six of Wands and Ace of Wands. ഓക്കെ, എന്ത് തന്നെ തടസ്സമുണ്ടെങ്കിലും കാർഡ് ബേസിക്ക് ഒരു തടസ്സമായിട്ട് കണ്ടിരുന്നെങ്കിലും അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം, ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കണേ എന്നവർ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 6 ഓഫ് വോൺസ് വെച്ച് എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പുതിയ ബിഗിനിങ്ങുമായിട്ട് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ബേസ് കാർഡ് നെഗറ്റീവ് വന്നെങ്കിലും ബാക്കി കാര്യം പോസിറ്റീവാണ് അവിടെ അല്ലേ. വോൺസ് ആണ് കൂടുതലായിട്ടും കണക്റ്റ് ആയിരിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അവർ ഒരു തീരുമാനം എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെ തൽക്കാലം ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുകയായിരിക്കും. പക്ഷെ അവർ അത് തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ 8 ഓഫ് വോൺസ്, clarify 8 of wands, clarify 8 of wands. The fool and 8 of wands. വീണ്ടും the fool and 8 of wands. അവർ എന്ത് തടസ്സം ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്ന്, എന്ത് റിസ്ക് ഫാക്ടർ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ട്. അവർക്ക് റിസ്ക് ഒന്നും അവിടെ ഒരു ഇഷ്യൂ അല്ല. അവിടെ ഏത് തേർഡ് പാർട്ടിയോ ഫോർത്ത് പാർട്ടിയോ എന്ത് തന്നെ ഉണ്ടെങ്കിലും അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നല്ല രീതിയിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അവിടെ വോൺസും ഫൂളുമാണ്. ഫൂള് ഏരീസ്, മേടരാശി. വോൺസ് വെച്ച് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്പീഡി ആക്ഷൻസും ഇവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്ത് എന്ത് റിസ്ക് എടുത്തിട്ടാലും നിങ്ങൾ ചാരിയറ്റ് ആൻഡ് 2 ഓഫ് പെൻഡക്കിൾസ്. അവിടെ
ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ മാറി ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഒരു പുതിയ തുടക്കത്തിനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, പല പല കൺസിഡറേഷൻസ് കാണുമായിരിക്കും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണും, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കാണുമായിരിക്കും, ഒരു തീരുമാനം എടുക്കാതെ നിന്ന സിറ്റുവേഷൻ ആയിരിക്കാം. എന്ത് സിറ്റുവേഷൻ തന്നെ ആയിരുന്നാലും അവിടെ അവർക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവരൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുമുണ്ട്. അത് മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് വരുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഡെത്ത്, വൃശ്ചികം, സ്കോർപ്പിയോ, ചാരിയറ്റ്, ക്യാൻസർ, കർക്കിടകം. ഓക്കെ, 4 ഓഫ് വോൺസ് ആയിരുന്നു ബേസ് കാർഡ്, അതായത് ബോട്ടം ഓഫ് ദി ഡെക്ക്. ക്ലാരിഫൈ 4 ഓഫ് വോൺസ്. ക്ലാരിഫൈ 4 ഓഫ് വോൺസ്. 4 ഓഫ് വോൺസ് നമുക്കറിയാം ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ് അല്ലേ. ക്ലാരിഫൈ 4 ഓഫ് വോൺസ്. ഏസ് ഓഫ് കപ്സ്, അതാണ് എൻ്റെ സൺ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്ന ആളാണ് എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു. നിങ്ങൾ ഉണ്ടെങ്കിലേ അവരുടെ ലൈഫിൽ വിളിച്ചുള്ളൂ എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹമാണ് ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട്, സ്നേഹത്തിൻ്റെ അങ്ങേ തലയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തരണം, നിങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫ് വിഷ് ഫുൾഫിൽമെൻറ്റിലേക്കുള്ള ഒരു എന്താ പറയുക, മുന്നോട്ട് എന്നുള്ള രീതിയിൽ ഒരു മാരേജ്, ഒരു പ്രപ്പോസൽ, ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് ഒക്കെ ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിയോ, ചിങ്ങ രാശി. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഞാൻ വീണ്ടും പറയാണ്, രാശികൾ പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ രാശി പ്രബലമായി കണക്റ്റായി എന്നാണ് അർത്ഥം. ഓക്കെ, കൂടുതൽ മറ്റുള്ളവർക്ക് ഇത് റെസനേറ്റ് ആവില്ല എന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ ആൽഫബറ്റ്സ് വെച്ചിട്ട് നോക്കിയാൽ മതി. കൂടുതലായിട്ടും രാശി ഒരു അഡീഷണൽ ഇൻഫോ ആയിട്ട് എടുത്താൽ മതി. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് GHIJKL തുടങ്ങുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക. അതുകൊണ്ട് വീണ്ടും പറയാണ്, ഇതിൽ രാശികൾ പറയുമ്പോൾ രാശികൾ പ്രബലമായി കണക്റ്റായി എന്നാണ് അർത്ഥം. മറ്റുള്ള രാശികൾ അതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നർത്ഥമില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരം വെച്ച് ആദ്യം നോക്കുക. നിങ്ങൾക്കൊരു അഡീഷണൽ ഇൻഫോയ്ക്ക് വേണ്ടിയിട്ട് രാശികൾ പറയുന്നു എന്ന് മാത്രം കേട്ടോ. എൻ്റെ പേഴ്സൻ്റെ രാശി വന്നില്ല അല്ലെങ്കിൽ എൻ്റെ രാശി വന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് ഡിപ്രസ്ഡ് ആവരുത്. രാശി ഒരു സെക്കൻഡ് കൺസിഡറേഷനായിട്ട് എടുത്താൽ മതി. പേരിൻ്റെ ആദ്യ അക്ഷരമാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, തുടങ്ങാം. ഇത് ഞാൻ എല്ലാ ഗ്രൂപ്പിലും റിപ്പീറ്റ് ചെയ്യും കേട്ടോ. എന്തിനാ റിപ്പീറ്റ് ചെയ്യണം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആ ഗ്രൂപ്പ് മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക, അതുകൊണ്ടാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKയിൽ തുടങ്ങുന്നതാണ്. അവരുടെ മനസ്സിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ഫീലിങ്സ് പ്രബലമായിട്ട്, മെയിനായിട്ട് ഫീലിങ്സ് പ്രബലമായിട്ട് എന്താണ് അവരുടെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ നിമിഷം അവർ എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിലുള്ളത്, അവരുടെ എനർജിയും അവരുടെ ഫീലിങ്സും എല്ലാം പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJK. എടുക്കാനേ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്. കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഒന്നുകൂടെ നോക്കേണ്ടി വരുന്നത് കാർഡ്. ജസ്റ്റിസ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, എംപ്രസ്. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് കിങ് ഓഫ് വോൺസ്. ഓക്കെ, മിക്സ്ഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ചാറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റി എല്ലാം വളരെ പ്രബലമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇവർ എടുത്ത് നോക്കുന്നുണ്ടാവും. ചിലരെങ്കിലും ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹം തന്നെയാണ് ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട്. അവർക്ക് ഒരു മിസ്സിങ് എനർജിൻ്റെ ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ്, ഒരു ഐസൊലേഷനിൽ ഒരു സങ്കടത്തിലൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റിസ് വെച്ച് ഒന്നുകിൽ ഇവർ നിങ്ങളുടെ റിലേഷൻ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണമെന്ന് ന്യായപ്രകാരം പ്രവർത്തിക്കണമെന്ന് വിചാരിക്കുന്നു.
അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു കേസ്, സെപ്പറേഷൻ കേസൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു അപ്പോളജിയൊക്കെ ആയിട്ട്, ഒരു മാപ്പ് അപേക്ഷയൊക്കെ ആയിട്ട് നിങ്ങളെ അന്വേഷിച്ച് വരണം എന്ന് തന്നെ അവർ കരുതുന്നുണ്ട് കേട്ടോ. അതേപോലെ 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവർ വളരെ എന്താ പറയുക, ഒരു ടീം വർക്കിലൊക്കെ, ഒരു ജോലി സംബന്ധമായിട്ട് തിരക്കിലാണ് എന്നും കാണുന്നുണ്ട്. ഒരു ടീം ഒരു മീറ്റിങ്ങിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ്, നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. കിങ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുടെ മേലെ വളരെയധികം അട്രാക്റ്റഡ് ആണ് എന്നും കാണുന്നു. ഓക്കെ, നമുക്കിനി ക്ലാരിഫൈ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പോൾ ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഏസ് ഓഫ് വോൺസ് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, റൊമാൻറ്റിക് ബിഗിനിങ് അവർ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷനിലില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ വരും. ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രപ്പോസൽ ഒക്കെ വരുന്നതായിട്ട്, ലവ് പ്രപ്പോസലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയാനുള്ള എല്ലാ സാഹചര്യവും വരുന്നുണ്ട്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് ഇഷ്ടമാണെന്നൊക്കെ, തുറന്ന് പറഞ്ഞ് കാണില്ല. അവിടെ ഒരു പ്രപ്പോസൽ, ഒരു കമ്മ്യൂണിക്കേഷൻ, നേരിട്ട് വന്ന് കാണാനും എല്ലാ സാധ്യതയെല്ലാം ഉണ്ട്. നിങ്ങൾ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു പ്രോപ്പർ റിലേഷനിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട്, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ഇടയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ നിങ്ങളുടെ വാട്സാപ്പും കാര്യങ്ങളും ഒക്കെ വളരെ കാര്യമായിട്ട് തന്നെ, ഇപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ നിങ്ങൾ ഇടുന്ന പോസ്റ്റൊക്കെ അവർ നോക്കുന്നുണ്ടായിരിക്കും. ഇവർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്നുള്ളത്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ വരുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ കൂടുതലായിട്ടും ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ വോൺസ് ആണ്. പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. മെയിനായിട്ട് ആൽഫബറ്റ്സ് വെച്ച് നോക്കുക, രാശികൾ രണ്ടാമത് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. എന്തുകൊണ്ടാണ് അവിടെ ജഗിൾ ചെയ്യുന്നത് കാണിച്ചു തരും. ഏസ് ഓഫ് സോഡ്സ് ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ്. അവർക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി ആണ് കേട്ടോ. ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി മൂലമുള്ള ഒരു ജഗ്ലിംഗ് ആണ്. പക്ഷെ അവർക്കൊരു റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് മനസ്സിലുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നുള്ള റിയലൈസേഷനും അവർക്കുണ്ട് കേട്ടോ. അവർക്കറിയാം. പക്ഷേ തൽക്കാലം അവർ നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡിൽ നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഒരു തീരുമാനം മുന്നോട്ട് പോകാമെന്നൊരു ഉറച്ച തീരുമാനം ഇവർ പറഞ്ഞു കാണില്ല. കാരണം ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് മെയിനായിട്ട്. കടങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ജോലി, കരിയർ ശരിയായിട്ടുണ്ടാവില്ല, ജോലി ചേഞ്ചിന് ശ്രമിക്കുകയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് മെയിനായിട്ടും കാണുന്നത്. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പെൻറ്റക്കിൾസ് വെച്ച് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. നമ്മൾ ഇന്നലത്തെ റീഡിങ്ങിൽ കണ്ടിരുന്നു, നിങ്ങളുടെ പേഴ്സൺ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും മൂവ് ഓൺ ചെയ്ത് പോകാൻ, അതിൽ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസും കണ്ടിരുന്നു അല്ലേ. മൂവ് ഓൺ ചെയ്ത് പോകാൻ അവരെന്തായാലും തീരുമാനിക്കില്ല എന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്, ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്, ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ഏസ് ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്തത് ഏസ് ഓഫ് കപ്സ് തന്നെ. ഓക്കെ, നല്ലത്. ആൻഡ് പേജ് ഓഫ് വോൺസ്. അവർക്ക് സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ അങ്ങേ തലയാണ്. ഇത് 2 പ്രാവശ്യം ഒരേ ഇതിൽ ഏസ് ഓഫ് കപ്സ് വരുമ്പോൾ ഞാൻ എന്താ പിന്നെ പറയേണ്ടത്. ഇത് നിങ്ങൾ പ്രോപ്പർ റിലേഷൻഷിപ്പിലാണ്. അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അവരെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾ ഇൻ കമ്മ്യൂണിക്കേഷനിലാണ്. ഒരു പ്രശ്നവുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. തുടർന്നും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്, പേഴ്സൻ്റെ പേര് ആദ്യം കൺസിഡർ ചെയ്യുക, രാശികൾ രണ്ടാമത് നോക്കിയാൽ മതി. രാശികൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ രാശി ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം.
ഈ രാശികൾക്ക് മാത്രമല്ല ഇത് കണക്റ്റ് ആവുന്നത്, എല്ലാ രാശിക്കാർക്കും തന്നെ കണക്റ്റ് ആവും. കൂടുതലായി ഈ രാശി കണക്റ്റ് ആവുന്നു മാത്രം. ക്ലാരിഫൈ 5 ഓഫ് കപ്സ്. ക്ലാരിഫൈ 5 ഓഫ് കപ്സ്. പലരും സ്കിപ്പ് ചെയ്ത് കാണും, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ക്ലാരിഫൈ 5 ഓഫ് കപ്സ്. പ്ലീസ് ക്ലാരിഫൈ 5 ഓഫ് കപ്സ്. എന്തുകൊണ്ടാണ് ഒരു മിസ്സിങ് എനർജി അവിടെ വന്നത് ഡിവൈൻ? നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് സ്ട്രെങ്ത്. അവിടെ നിങ്ങളെന്തോ കാര്യത്തിൽ വിഷമിപ്പിക്കേണ്ടതായിട്ട് അവർക്ക് വന്നിട്ട് സാഹചര്യം വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വഴക്കായിട്ടുണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇവർ എന്തോ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നെ നിന്ന് വിഷമിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ ക്ഷമയോടെ കാര്യം ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ നിങ്ങളുടെ അടുത്തൊരു മാപ്പപേക്ഷയ്ക്കായിട്ട് അവർക്ക് നിങ്ങളെ കാണാൻ വരണം. ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട്, ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് ആയിരിക്കും, ഒന്ന് കണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. വഴക്കാണ് ബേസിക്കലി. നിങ്ങൾ ചിലപ്പോൾ ചാറ്റ് ചെയ്തപ്പോഴോ എന്തെങ്കിലും ഒരു ഹാർഷായിട്ട് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല. പക്ഷെ എന്തോ കുറച്ച് ഹാർഷായിട്ട് റിയാക്ട് ചെയ്ത് പോയി. അത് വേണ്ടായിരുന്നു എന്നവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ രാശികൾ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിയോ, ചിങ്ങ രാശി കേട്ടോ. എന്തായാലും അവർ ഒരു സോറിയൊക്കെ പറയുവാണെങ്കിൽ ക്ഷമിച്ചേരെ അല്ലേ. അവരും വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതൊക്കെ ആണെങ്കിൽ സോൾവ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ക്ലാരിഫൈ ജസ്റ്റിസ്. ക്ലാരിഫൈ ജസ്റ്റിസ്. ക്ലാരിഫൈ ജസ്റ്റിസ്. 2 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ദ ഫുൾ. അത് തന്നെയാണ്. ഇത് എടുത്ത് ചാടിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതൊരു കേസ് തന്നെയാണ് കേട്ടോ. പലർക്കും, അതായത് ഈ ആൽഫബറ്റ്സിൽ തുടങ്ങുന്ന പേരുള്ള പേഴ്സൺസിൻ്റെ ലൈഫിൽ ഒരു സെപ്പറേഷൻ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിൻ്റെ കാര്യം ഒന്ന് തീരുമാനമാകാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ആ റിലേഷനിലുണ്ട് തൽക്കാലം. അപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താലൊക്കെ അതൊരു എടുത്തുചാട്ടമായി പോകുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് അതിനൊരു ജസ്റ്റിസ് സെർവ് ആയതിനു ശേഷം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് അവരിയ്ക്കുന്നത് കേട്ടോ. ഒരു പക്ഷേ സെപ്പറേഷൻ കേസ് ആയിരിക്കാം. തുലാരാശി, ഏരീസ്, മേടരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ദി എംപറർ. ഓക്കെ, ആൻഡ് കിങ് ഓഫ് കപ്സ്. ഇവരുടെ ഈഗോ ആയിരിക്കും മെയിനായിട്ട് അവിടെ പ്രശ്നമായിട്ട് ഉണ്ടായിരിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ ഏജ് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവരുടെ പാരൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു അച്ഛനമ്മ അവരുടെ ഭാഗത്തു നിന്നും കൂടുതലായിട്ട് അച്ഛനായിട്ടാണ് കാണുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രഷർ, ഒരു എതിർപ്പ് നിങ്ങളുടെ റിലേഷന് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കാസ്റ്റ്, കൾച്ചർ അങ്ങനത്തെ ഡിഫറൻസസ് ഒക്കെയാണ് അവിടെ അവരെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ തന്നെ ഈഗോ ആണ്. ഓവർ പ്രാക്ടിക്കലായിട്ട് ചെയ്യില്ലേ ചിലർ, ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കളയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെയാണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമാണ്, പക്ഷെ ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും ഇവരുടെ ഈഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവരെ തടയുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവുന്നുണ്ട് അവിടെ കേട്ടോ. ഈഗോ പ്രശ്നമൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവുന്നുണ്ട്. അത് ഒരു മാപ്പപേക്ഷയൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് നമുക്ക് സോറി പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇവർ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പാരൻ്റൽ പ്രഷറാണെങ്കിൽ അവിടെ പാരൻസിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, മേടരാശി. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്. Clarify 3 of Pentacles. 2 of Swords. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. ആൻഡ് 9 ഓഫ് Pentacles. അവിടെ ഫൈനാൻഷ്യൽ പ്രശ്നവും ഉണ്ട്. അവർ കുറച്ച് സ്വന്തം കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പ്രബലമായിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട്. അതൊരു തടസ്സമായിട്ട് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. അവർക്കൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനിൽ കുറച്ച് സെൽഫ് സെൻറ്റേർഡായിട്ട് സെൽഫ് ലവ്, സെൽഫ് കെയർ, സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കുക, സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കുക, പൈസയിൽ ശ്രദ്ധിക്കുക, കുടുംബത്തിനെ ശ്രദ്ധിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ അവർ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ,
അവിടെ പെൻറ്റക്കിൾസ് ആണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. പൈസ സംബന്ധമായ ഇഷ്യൂസ് വളരെ കൂടുതലായിട്ട് തന്നെ ഇവർക്കുണ്ട്. അല്ലെങ്കിൽ വീട്ടുകാർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവർക്കുണ്ട്. ഇവരെ ഡിപ്പെൻഡൻ്റ് ആണ് ഇവരുടെ ഫാമിലി. അപ്പോൾ അങ്ങ് ഇട്ടെറിഞ്ഞ് വരാനൊന്നും ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവിടേക്ക് കുറച്ച് ശ്രദ്ധ കൂടുതൽ പോകുന്നതായിട്ട് കാണുന്നു. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ ദ എംപ്രസ്, ക്ലാരിഫൈ ദ എംപ്രസ്, ക്ലാരിഫൈ ദ എംപ്രസ്. ഹെറഫൻറ്റ്, ഓക്കെ. ലവേഴ്സ്. ഇവിടെ ഞാൻ പറയും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തരാനാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് കേട്ടോ. ഹെറഫൻറ്റ് വന്നത് അവിടെ കണക്കാക്കണ്ട. നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി, ഇവിടെയും മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവാൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പക്ഷേ ഇവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളുടെ അടുത്ത് ഭയങ്കര ലോയലുമാണ് കേട്ടോ. നിങ്ങളെ പറ്റിച്ചിട്ട് പോകാനെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും ആലോചിക്കില്ല, രണ്ടുപേരും തന്നെ. ഓക്കെ. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ലവേഴ്സ് കാർഡാണ്, മ്യൂച്വൽ ലവാണ്, അതവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം അവരുടെ സ്പൗസായിട്ട് എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, നിങ്ങളുടെ സ്നേഹം അവർക്ക് ലൈഫ് ലോങ് വേണം. നിങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ, അമ്മയായിട്ട് അവർ നിങ്ങളെയാണ് കാണുന്നത്. അത്രയും സ്റ്റെബിലിറ്റി അവർക്ക് നിങ്ങളുടെ കൂടെ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ജെമിനി, മിഥുന രാശിയും ടോറസ്, ഇടവ രാശിയുമാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ കിങ് ഓഫ് വാൻസ്, ക്ലാരിഫൈ കിങ് ഓഫ് വാൻസ്, ക്ലാരിഫൈ കിങ് ഓഫ് വാൻസ്. ഡെവിൾ, ഓക്കെ. ആൻഡ് ക്വീൻ ഓഫ് വാൻസ്, ഓക്കെ. കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും ആണ്. അവർ നിങ്ങളെ പ്രതി ഹൈലി ഒബ്സസ്ഡ് ആണ് കേട്ടോ. ഒബ്സഷൻ ലെവലിലുള്ള ചിന്തകളാണ് നിങ്ങളെ പറ്റിയിട്ട്. ഒരുപാട് സ്നേഹമാണ്. എന്താ പറയുക, ഫിസിക്കൽ അട്രാക്ഷനും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും അവിടെ ഒന്നിച്ച് വന്നിരിക്കുന്നു. ഡെവിളിൻ്റെ കാർഡും ഉള്ളത് കൊണ്ട് അവിടെ ഫിസിക്കലി കണക്റ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും കണക്റ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ. അവിടെ നിങ്ങൾ പരസ്പരം ബഹുമാനത്തോടെയും അട്രാക്ഷനോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്നേഹമാണ് രണ്ട് സൈഡിലും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ഫാമിലി ലൈഫ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എന്തെങ്കിലും അഡിക്ഷൻസ് നിങ്ങളുടെ സ്പൗസിനുണ്ടെങ്കിൽ, ലൈക്ക് സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് ഒരു ഒബ്സഷൻ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ചിലർക്ക് ഒബ്സസീവ് സ്മോക്കിംഗ് എന്നാണ് എനിക്ക് വരുന്നത്. ഓക്കെ. സ്മോക്കേഴ്സ് ആയിരിക്കാം, അതൊന്ന് കൺട്രോൾ ചെയ്യണം എന്ന് മാത്രം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയുക കേട്ടോ. നിങ്ങൾ ഒന്നുകിൽ കമ്മിറ്റഡ് പാർട്ട്നേഴ്സാണ് കേട്ടോ, വളരെ ഹൈ ലെവൽ കമ്മിറ്റഡ് പാർട്ട്നേഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കപ്പിളാണ്, സ്പൗസാണ് പരസ്പരം. ഓക്കെ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. വോൺസ് ആണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, അതുപോലെ ഡെവിൾ വെച്ച് കാപ്രിക്കോൺ, മകര രാശി. ഓക്കെ. ഇതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പുകാർക്കുള്ള. ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം. MNOPQRSൽ തുടങ്ങുന്നതാണെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് എന്താണുള്ളത്, അവരുടെ ഡീപ്പസ്റ്റ് ഫീലിങ്സ്, കറണ്ട് എനർജി ഒക്കെ എന്താണ് നിങ്ങൾക്കായിട്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാശികൾ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ മെയിൻ ഫോക്കസ് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ഫസ്റ്റ് അക്ഷരത്തിന് കൊടുക്കുക. ഓക്കെ. രാശികൾ സെക്കൻഡറി ആയിട്ട് നോക്കിയാൽ മതി. ഓക്കെ. കാരണം രാശികൾ എല്ലാവർക്കും തന്നെ അത് കണക്റ്റ് ആവും. കൂടുതലായി ആ പറയുന്ന രാശി കണക്റ്റ് ആവുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. പേരിൻ്റെ ആദ്യ അക്ഷരത്തിൽ ഫോക്കസ് ചെയ്യുക കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRSൽ തുടങ്ങുന്നതാണ്. അവരുടെ മനസ്സിൽ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണുള്ളത്, എന്താണ് അവരുടെ ഫീലിങ്സ്, കറണ്ട് എനർജി എല്ലാം ഒന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം MNOPQRSൽ തുടങ്ങുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിനായിട്ടുള്ള അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഫീലിങ്സ്, കറണ്ട് എനർജി എല്ലാം ഒന്ന് കാണിച്ചു. ഓക്കെ.
എടുക്കട്ടെ. ഏസ് ഓഫ് കപ്സ്, ഈ കാർഡ് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ട് ഇതും എടുക്കുകയാണേ. പേജ് ഓഫ് വാൻഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ഗുഡ്. ലവേഴ്സ്, ഗുഡ്. 2 ഓഫ് സോർട്സ്, എല്ലാം നല്ലതായി വന്നിട്ട് അവിടെ ഒരു ആവശ്യമില്ലാതൊരു 2 ഓഫ് സോർട്സ്. ഡെത്ത്, മജീഷ്യൻ, ഫൂൾ. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് ക്വീൻ ഓഫ് കപ്സ്, അതിൻ്റെ താഴെ കിങ് ഓഫ് കപ്സും ആയിരുന്നു കേട്ടോ. ഇമോഷൻസ്, സ്നേഹം എല്ലാം ധാരാളമായി തന്നെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതി ഹൈലി ഇമോഷണലാണ്. ലവേഴ്സ് ഉണ്ട്, ഏസ് ഓഫ് കപ്സ് ഉണ്ട് കേട്ടോ. അവരവരുടെ ജോലിയിലും കൂടി വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സണാണ്. സ്വന്തം കാര്യത്തിൽ വളരെയധികം സ്വയം ടേക്ക് കെയർ ചെയ്യാനൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. കാണാനൊക്കെ നല്ല ഒരാളായിരിക്കണം കേട്ടോ. നന്നായി സമ്പാദിക്കുന്നുണ്ട്. അവരുടെ ജോലിയിൽ വളരെ കഴിവുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ ഇടയ്ക്ക് കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കും. റെഗുലറായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കി പറയാം. നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ചെറിയ ക്രോസ് റോഡ് സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാം. എന്ന് തന്നെ ആയാലും നിങ്ങളുമായൊരു പുതിയ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ ഇവരുടെ മനസ്സിൽ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള റിസ്കുകളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്ന് തന്നെ ഇവർ തീരുമാനിക്കുന്നതായും കാണുന്നു. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലാണ് എന്നും കാണുന്നു. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്, പ്ലീസ് ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്, ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. കാർഡ്സ് ചാടി പോകുന്നു. ദ സൺ ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ഒക്കെ ആയിരിക്കണം, തമ്മിൽ സംസാരിക്കാറുണ്ടായിരിക്കണം. നിങ്ങൾ അവരുടെ ലൈഫിൽ വെളിച്ചമാണ് എന്നവർ കരുതുന്നുണ്ട്. നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളതൊക്കെ പരിഹരിക്കാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ട് അവർക്ക് വളരെ ഇഷ്ടമാണ്. ഒരുപാട് സ്നേഹമാണ്. നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, കോൾസ് ചെയ്യാറുണ്ടായിരിക്കും. ഇൻ കോണ്ടാക്റ്റ് ഉള്ളതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിയോ, ചിങ്ങ രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്. പോസിറ്റീവ് കാർഡ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ക്ലാരിഫൈ പേജ് ഓഫ്, നിങ്ങളെക്കാളും സന്തോഷമാണ് എനിക്ക്. ക്ലാരിഫൈ പേജ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് കപ്സ്. അവിടെയും സ്നേഹം തന്നെയാണ്. ഏസ് ഓഫ് കപ്സ് വീണ്ടും അപ്പുറത്തേൻ്റെ ഒരു റെപ്പിറ്റേഷൻ പോലെ തന്നെയാണ് ഇത് വന്നത്. നിങ്ങളുടെ പേഴ്സൺ കുറേ ഇമോഷണലാണ് നിങ്ങളെ പറ്റിയിട്ട്. ഹൈലി ഇമോഷണലായിട്ടാണ് ചിന്തിക്കാറ്. എന്ന് വെച്ചാൽ എന്താ പറയുക, സങ്കടവും സന്തോഷവും എല്ലാം കൂടി ഇവർക്ക് വരും നിങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ. അത്രയും ഇമോഷണൽ ഓവർവെൽമിങ് സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത് അവർക്ക് കേട്ടോ. കാരണം ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പരിധിയിൽ കൂടുതൽ സ്നേഹമാണ് നിങ്ങളോട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് തന്നെയാണ്, ചാറ്റ് ചെയ്യാറുണ്ടായിരിക്കും, സംസാരിക്കാറുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ കണ്ണിൽ വെള്ളമൊക്കെ വരും. അത്രയും വരെയും ഇമോഷണലാണ് ഇവർ നിങ്ങളെക്കുറിച്ച് കേട്ടോ. നിങ്ങൾ ഇവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാറുണ്ടായിരിക്കും. അവർ തളർന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളാണ് അവരെ താങ്ങി നിർത്തുന്നത് കേട്ടോ. ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പേജ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആണ്, മെസ്സേജസ് ഫോളോ ചെയ്യാറുണ്ടായിരിക്കും. അതേപോലെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ പരസ്പരം തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 9 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 9 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 9 ഓഫ് പെൻറ്റക്കിൾസ്. കിങ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്. വീണ്ടും
നിങ്ങൾ ജോലി സംബന്ധമായി കണക്റ്റഡ് ആയ ആൾക്കാരുമായിരിക്കണം കേട്ടോ. നിങ്ങളുടെ ജോലിയിൽ അവർക്ക് ഭയങ്കര മതിപ്പാണ്. നിങ്ങളുടെ കഴിവുകളിൽ അവർക്ക് ഭയങ്കര മതിപ്പാണ്. എന്താ പറയുക, ജോലിയിൽ നിങ്ങൾ അച്ചീവറായിരിക്കും. എല്ലാ കാര്യങ്ങളും സമയത്തിന് ചെയ്യുന്ന, നന്നായി സമ്പാദിക്കുന്ന, ജോലിയിൽ പ്രാഗൽഭ്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുമായിരിക്കാം. ആ ഒരു അപ്രിസിയേഷനാണ് നിങ്ങളെ തന്നെ നന്നായി ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ കാണാനും ഒക്കെ നല്ല ഒരാളായിരിക്കണം, നല്ല സംസാരമായിരിക്കണം. അങ്ങനെ ഇവർക്കൊരു അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് തോന്നി, അത് ലവായിട്ട് മാറി എന്നുള്ളൊരു ഇതാണ്. അവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങളെ നേരിട്ട് കണ്ട് ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, ഇൻ കോണ്ടാക്റ്റ് ആണ്, സംസാരിക്കാറുണ്ട്, മെസ്സേജസ് അയക്കാറുണ്ട്, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നന്നായി തന്നെ ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ജോലിയിലുള്ള പ്രാഗൽഭ്യം ഇവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട് കേട്ടോ. മെയിനായിട്ട് അതാണ്. നിങ്ങളെ കാണാനും നല്ലൊരാളായിരിക്കണം കേട്ടോ, അതും ഇവർക്കൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ. അവിടെ ഇത് പറഞ്ഞില്ല, രാശി പറഞ്ഞില്ല അല്ലേ. ഇവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് ആണ് കൂടുതലായിട്ടും. ക്വീൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ് വന്നവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു. ഇവിടെ വോൺസ് വീണ്ടും വന്നു. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു. പിന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ ദ ലവേഴ്സ്, ക്ലാരിഫൈ ദ ലവേഴ്സ്, ക്ലാരിഫൈ ദ ലവേഴ്സ്, ക്ലാരിഫൈ ദ ലവേഴ്സ്. ലവേഴ്സ് എന്തുകൊണ്ടാണ് അവിടെ വന്നത്? ലവേഴ്സ് സ്നേഹമുള്ളതുകൊണ്ടാണ് വന്നത് അല്ലേ? അതെന്ത് ചോദ്യമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഏസ് ഓഫ് വാൻസ്, 9 ഓഫ് കപ്സ്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് അവർക്ക് വേണം. നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ ഒക്കെ വരുന്നതായിട്ട്, ഒരു ന്യൂ ലവ് ആയിരിക്കാം. ഓക്കെ, ഒരു ന്യൂ ലവ് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഇവർ നിങ്ങളോടുള്ള സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയാനുള്ള സാഹചര്യം അവിടെ കാണുന്നുണ്ട്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും സാഹചര്യം കാണുന്നുണ്ട് കേട്ടോ. പരസ്പരം സ്നേഹമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു പ്രോപ്പർ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. മിഥുന രാശി, ജെമിനി, വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ 2 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 2 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 2 ഓഫ് സോർട്സ്. പേര് പ്രബലമായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, രാശികൾ രണ്ടാമത് നോക്കിയാൽ മതി. രാശികൾ കണക്റ്റ് ആയില്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ക്ലാരിഫൈ 2 ഓഫ് സോർട്സ്. അവിടെ എന്തുകൊണ്ടാണ് 2 ഓഫ് സോർട്സ് വന്നത്? ഡിവൈൻ. ഓക്കെ, അവിടെ 2 കാര്യങ്ങളുണ്ട്. വേൾഡും 5 ഓഫ് പെൻറ്റക്കിൾസും. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലും ആണ്. ഇത് രണ്ടും തന്നെ ഇവരെ വളരെയധികം ബാധിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പെട്ടെന്ന് ഓടി വന്ന് നിങ്ങളെ കാണാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ല. ജോലി വിട്ടിട്ട് വരാൻ പറ്റുന്ന സാഹചര്യമല്ല. ഫൈനാൻസസിൽ ഇവർക്ക് ശ്രദ്ധിച്ചേ മതിയാകും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് എന്താ പറയുക, സ്ട്രഗ്ലിങ് പീരീഡിലാണ്, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് വളരെ പ്രബലമായിട്ട് കാണുന്നു. വേൾഡ് കാർഡ് വെച്ച് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും സ്ഥലത്തും ആയിരിക്കാം, ഇന്ത്യക്ക് പുറത്തായിരിക്കാം ഇവർ കേട്ടോ. എന്തായാലും ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ എന്ന് കാണുന്നുണ്ട്. വെള്ളം കൂടുതലായുള്ള സ്ഥലത്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ടും ആവാം കേട്ടോ. 2 കാർഡ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കണം. ഓക്കെ, അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ടെൻഷനായിട്ട് ഇരിക്കുന്നതാണ്. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ ഡെപ്ത്, ക്ലാരിഫൈ ഡെപ്ത്, ക്ലാരിഫൈ ഡെപ്ത്. ആ സിറ്റുവേഷനിലുള്ളവർ മാത്രം അത് എടുക്കുക കേട്ടോ. ബാക്കി എല്ലാം പോസിറ്റീവായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ക്ലാരിഫൈ ഡെപ്ത്. എയ്റ്റ് ഓഫ് വാൻസ് ആൻഡ് ദ ഫൂൾ. ഓക്കെ, അവിടെ എന്ത് തന്നെ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ എന്ത് തന്നെ ഇരുന്നാലും അതെല്ലാം ഒരു എൻഡ് കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരണമെന്ന് തന്നെയാണ്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് റിസ്ക് എടുക്കാനും ഇവർ തയ്യാറാണ്. നിങ്ങളുമായി ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരെന്ത് റിസ്ക്കും എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു കോള്, മെസ്സേജ്, അല്ലെങ്കിൽ ഇവർ ഇൻ പേഴ്സൺ വന്ന് നിങ്ങളെ കാണാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം സോൾവ് ചെയ്ത്
മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മേടരാശി ഏരീസ്, പിന്നെ വൃശ്ചികം സ്കോർപ്പിയോ, വോൺസ് വെച്ചിട്ട് ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു. ക്ലാരിഫൈ മജീഷ്യൻ. മൂക്കടയ്ക്കുന്ന ഇടയ്ക്കൊരു ശ്വാസം മുട്ടൽ പോലെ, അതാണ് ഒന്ന് പോസ് ചെയ്യുന്നത്. ക്ലാരിഫൈ ദ മജീഷ്യൻ. ക്ലാരിഫൈ ദ മജീഷ്യൻ. മജീഷ്യൻ പറയുമ്പോൾ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാണ് എന്നുള്ളൊരു രീതിയാണ് കേട്ടോ. അവിടെ വന്നത് 6 of Wands and 4 of Wands. ഓക്കെ, അവിടെ ഡിവൈൻ്റെ അടുത്ത് ഇവർ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് വേണ്ടിയും ഇവർ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് പറഞ്ഞ് തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ലവ് പ്രപ്പോസൽ എല്ലാം അവിടെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. 6 of Wands ഒരു വിക്ടറിയുടെയും കൂടെ ഒരു കാർഡാണ്. ഒരു മാരേജിന് ഒരു മണം വരുന്ന പോലത്തെ ഒരു കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു രീതിയാണ് അവിടെ. ഒരു ഇവൻറ്റിലൊക്കെ വെച്ച് നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്, അവിടെ വെച്ച് കാണാൻ സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവർ ചിന്തിക്കുന്നുണ്ട്. ടോറസ് ഇടവരാശി, വാൺസ് വെച്ചിട്ട് ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു. Clarify the Fool. Clarify the Fool. Clarify the Fool. Queen of Wands and 4 of Cups. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇവർ ഒരു യാത്രയിലൊക്കെ ആയിരിക്കണം കേട്ടോ. ഒരു ഫൺ ട്രിപ്പ്, ഭയങ്കര ജോലി സംബന്ധമായിട്ടൊന്നുമല്ല, ഒരു യാത്ര പോയിരിക്കുകയാണ് അവർ. മേ ബി ഒരു മൗണ്ടൻ ഏരിയയിലൊക്കെ, അങ്ങനെ ഹിമാലയൻ റൈഡ് അങ്ങനെയൊക്കെ പോയില്ലേ, അതുപോലെ എന്തോ ഒരു യാത്ര ഇവർ ചെയ്യുകയാണ്. അവിടെ ടൂറിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ പോയിരിക്കുകയാണ്. അവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. എവിടെ നോക്കിയാലും നിങ്ങളുടെ മുഖം കാണുന്നു എന്നുള്ള രീതിയിൽ. കാരണം ഇവർ ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്, അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നാണ് കാണുന്നത്. യാത്രയുടെ ഇടയിൽ നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിൽ വന്നു പോകുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു കേട്ടോ. മേടം ഏരീസ് രാശി, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, മേടം ചിങ്ങം ധനു. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതും ആവാം കേട്ടോ. ജോലി സംബന്ധമല്ലാതെ, ഇപ്പോൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ജോലി സംബന്ധമല്ല, അവരിങ്ങനെ യാത്ര ചെയ്യണം, അതിൻ്റെ ഇടയിൽ നിങ്ങളെ ഓർക്കുന്നതും ആവാം. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. ടെമ്പറൻസ് ആൻഡ് ലവേഴ്സ്. ഓക്കെ, ഹൈലി ഇമോഷണൽ ആണ് നിങ്ങളെ പ്രതി, നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം. ഇവർ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ റിലേഷൻ ഒരു ബാലൻസിൽ എത്തിക്കണം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി എഫേർട്സ് ഇടാൻ അവർ തയ്യാറുമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഇവർ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, ഹൈലി ഇമോഷണൽ ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്നും കാണുന്നുണ്ട്. ലവേഴ്സ് വെച്ച് മിഥുന രാശി, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം, ടെമ്പറൻസ് വെച്ച് സാജിറ്റേറിയസ് ധനു രാശി. ഓക്കെ, ഇതായിരുന്നു MNOP QRSകാരുടെ റീഡിങ്. അപ്പം ഇനി ലാസ്റ്റ് ഗ്രൂപ്പിലേക്ക് പോകാം. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ ആണെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് എന്താണ്, അവരുടെ ഫീലിങ്സ്, കറണ്ട് എനർജി എല്ലാം എന്താണ് നിങ്ങൾക്കായിട്ടൊന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ തുടങ്ങുന്നതാണ്. അവരുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ മനസ്സിലെ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ഫീലിങ്സ് ഉള്ളത്, അവരുടെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ടെന്ന് പറഞ്ഞു തരും. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര്, എൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ. Justice, 6 of Swords, Page of Pentacles, 8 of Cups, 8 of Wands, മിക്സ്ഡ് എനർജി ആണല്ലോ വരുന്നത്. Page of Swords, 6 of Cups, Ace of Pentacles,
ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന് 6 ഓഫ് പെൻറ്റക്കിൾസ്. ജസ്റ്റിസ് വെച്ച് വീണ്ടും ചിലരുടെ ലൈഫിൽ ഒരു ഒന്നുകിൽ ഒരു കേസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണമെന്ന് അവർ ന്യായപ്രകാരം പ്രവർത്തിക്കണമെന്ന് അവർ കരുതുന്നുണ്ട്. ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഒന്നുകിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്, ഓക്കെ, അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് വാക്ക് അവേ ചെയ്തിട്ടുണ്ട്. രണ്ടായാലും നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം, പഴയ ചാറ്റ് എല്ലാം ഇവരെടുത്ത് നോക്കുന്നുണ്ട് എന്നും കാണുന്നു. 8 ഓഫ് കപ്സ് വെച്ച് വീണ്ടും ഒരു ലോങ് ഡിസ്റ്റൻസ്, ഒരു യാത്ര ഒക്കെയാണ് കാണുന്നത് കേട്ടോ. 8 ഓഫ് വാൻസ് വെച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. പേജ് ഓഫ് സോട്ട്സ്, 8 ഓഫ് വാൻസ്, വീണ്ടും പേജ്, 3 കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് കാർഡ്സാണ് അവിടെ കാണുന്നത്. വളരെ നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഒരു ന്യൂ ബിഗിനിങ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹം കേട്ടോ. എന്തായാലും ബാക്കി ഒരു 1-2 കൺഫ്യൂഷൻ കാർഡ്സ് വന്ന് ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇവിടെ രാശികൾ ഞാൻ പറയുന്നുണ്ട്, ഓരോ ഗ്രൂപ്പിലും ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. രാശികൾ ഞാൻ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ആദ്യം കൺസിഡർ ചെയ്യുക. രാശി സെക്കൻഡറി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ക്ലാരിഫൈ ജസ്റ്റിസ്, എല്ലാ രാശിക്കാർക്കും തന്നെ റെസൊനേറ്റ് ആവും. ക്ലാരിഫൈ ജസ്റ്റിസ്, പ്ലീസ് ക്ലാരിഫൈ ജസ്റ്റിസ്. ടു ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് വാൻസ്. അവർ ചിന്തിക്കുന്ന ഇപ്പം ഒരു ഈ കേസ് തന്നെയാണത്. ഓക്കെ, ഒരു സെപ്പറേഷൻ കേസോ എന്തോ ഒരു കേസ് റിലേറ്റഡ് ആക്ടിവിറ്റി അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ. ആ കൺഫ്യൂഷൻ ഒന്ന് തീർന്നാൽ നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ്ങിന് അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ജസ്റ്റിസ് വെച്ച് ലിബ്ര, തുല രാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ 6 ഓഫ് സ്വർഡ്സ്. ക്ലാരിഫൈ 6 ഓഫ് സ്വർഡ്സ്. ഒരു മാറ്റം, ഒരു യാത്ര, ലോങ് ഡിസ്റ്റൻസ്. ക്ലാരിഫൈ 6 ഓഫ് സ്വർഡ്സ്. ക്ലാരിഫൈ 6 ഓഫ് സ്വർഡ്സ്. നമ്മൾ ആദ്യം നോക്കുന്നതായിരിക്കില്ല രണ്ടാമത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ദ സ്റ്റാർ, നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, അവർ നിങ്ങളിൽ നിന്നും ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് ഒന്ന് വഴക്കിട്ടോ ഒക്കെ ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോയി കാണും. പക്ഷേ പോയ അവിടെ അവർക്ക് റിയലൈസേഷൻ കിട്ടി, നിങ്ങളായിരുന്നു അവരുടെ ലൈഫിൽ ലക്കി ചാം എന്നുള്ള റിയലൈസേഷൻ അവർക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ തിരിച്ചു വരണം. അപ്പോൾ ഒരു മാപ്പപേക്ഷയൊക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ വരാമെന്നുള്ള ഒരു ആലോചനകളാണ് അവരിയ്ക്കുന്നത്. അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. സെക്കൻഡ് സിനാറിയോ ലോങ് ഡിസ്റ്റൻസ് ആണ്. അവിടെ ഇരുന്ന് നിങ്ങളെ ഓർക്കുന്നു, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ലക്ക് കൊണ്ടുവന്ന ഒരാളാണ്, നിങ്ങളെ കാണാൻ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടും ആവാം. പ്രബലമായിട്ട് കാണുന്ന മൂവ് ഓൺ ചെയ്തു പോയ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ചോയ്സാണ്, ഇവരെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, സ്വാർട്സ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അക്വേറിയസ്, കുംഭരാശി. ഓക്കെ, അവർക്ക് പെട്ടെന്ന് റിയലൈസേഷൻ വന്നു നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര ലക്കി ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അവരവർക്ക് ഏത് റെസനേറ്റ് ആയോ അതുപോലെ എടുക്കുക. മൂവ് ഓൺ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരാൾ നിങ്ങളെ മിസ് ചെയ്യുന്നു, കാണാൻ വരുന്നു കേട്ടോ. മജീഷ്യൻ ആൻഡ് നൈറ്റ് ഓഫ് വാൻസ്. ഓക്കെ, നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ഒക്കെ ആയിരിക്കണം, പരസ്പര സ്നേഹമുണ്ട്, നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. വരണം എന്നുണ്ട് അവർക്ക്, നിങ്ങളെ കാണാൻ വരാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് വരാനും സാധ്യതയുണ്ട് കേട്ടോ. കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നു. യാത്ര ചെയ്ത് വരേണ്ട സാഹചര്യമുണ്ട്, പക്ഷെ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മജീഷ്യൻ, ടോറസ്, ഇടവ രാശി, വീണ്ടും ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം,
മോൺസ് വെച്ച് ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു. നിങ്ങൾക്ക് പരസ്പരം ഭയങ്കര സ്നേഹമാണ്. ഓക്കെ, പരസ്പരം മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ തമ്മിൽ കാണാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ടായിരിക്കും, കോൾ ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, ഇൻ കോണ്ടാക്റ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ക്ലാരിഫൈ 8 of cups, clarify 8 of cups, clarify 8 of cups. 7 of pentacles and strength. ഓക്കെ, അത് യാത്ര ജോലി സംബന്ധമായിട്ടാണ് കേട്ടോ. ജോലി സംബന്ധമായിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്. ഇവർക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്തേ മതിയാകൂ. ഇടയ്ക്ക് ട്രാവൽ ചെയ്ത് വന്ന് മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. റെഗുലറായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ. അവർക്ക് അതിൽ സങ്കടമുണ്ട്, എന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമം അവരെ വളരെ എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ജോലി അവിടെ ആയിപ്പോയി, ദൂരെ ആയിപ്പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ. പക്ഷെ നിങ്ങളെപ്പറ്റി തന്നെ ഓർക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ലിയോ ചിങ്ങരാശി, ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം. ക്ലാരിഫൈ 8 of wands, clarify 8 of wands, clarify 8 of wands. The sun and 4 of wands. വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. അതായത് അവർക്ക് നല്ലവണ്ണം റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര പോസിറ്റിവിറ്റി കൊണ്ടുവന്ന ഒരാളാണെന്നുള്ളത്. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് തന്നെയാണ്, സംസാരിക്കാറുണ്ട്. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ രണ്ടുപേരും പരസ്പരം എന്താ പറയുക താങ്ങി നിർത്തുക പറയില്ലേ, നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇനി ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാം എന്നവർ തീരുമാനം എടുക്കുന്നതായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരുന്നതുമായിട്ടുമാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം വരുന്നുണ്ട്. അല്ല, നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് എത്താനുള്ള സാഹചര്യവും അവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വീട്ടുകാർ തമ്മിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ അതിനെ പറ്റിയിട്ട് വരുന്നതായിട്ടും അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഒരു കല്യാണമൊക്കെ തന്നെയാണ് അവിടെ, പ്രപ്പോസലൊക്കെ തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ലിയോ ചിങ്ങരാശി, ബാക്കിയെല്ലാം വാൺസ് ആണ്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു. സാഹചര്യം എടുക്കുക, പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ആദ്യം എടുക്കുക, അതിനുശേഷം മാത്രം രാശി കൺസിഡർ ചെയ്യുക കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. രാശി ഒരു എന്താ പറയുക ഒരു അഡീഷണൽ ഇൻഫോയ്ക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ്. കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഇവർ നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലാണ്, ഭയങ്കര ഇമോഷണലായിട്ട് എപ്പോഴും കുറച്ച് ഒരു എന്താ പറയുക ഒരു ഇൻസെക്യൂരിറ്റി ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു എടുത്തുചാട്ടമുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, എടുത്തു ചാടി എന്തെങ്കിലും പറയും, എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് ഇമോഷണലായിട്ട് വീണ്ടും മെസ്സേജ് അയക്കും. അങ്ങനെ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നില്ലേ എന്ന് നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ള രീതിയാണ്. ഓക്കെ, എപ്പോഴും ഒരു കാട് കയറി ചിന്തിക്കുന്ന ഒരു എന്താ എനിക്ക് മെസ്സേജ് അയക്കാത്ത, എന്തുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാത്ത, ഉടനെ ദേഷ്യം വന്നു, അങ്ങനെ വഴക്കിടുക, അങ്ങനെ ചെയ്യില്ലേ, എടുത്തുചാട്ടം പറയില്ലേ, കുട്ടിത്തരം വിട്ടുമാറാത്തൊരു സ്വഭാവം എന്ന്, മെച്ചൂരിറ്റി ഇല്ലാതെ പെരുമാറുന്ന രീതിയിൽ. എന്നിട്ട് ഇമോഷണലുമാണ്, കാരണം ഓവർ അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങളുടെ അടുത്ത്, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം ഇവർ മെസ്സേജ് അയച്ചോളണം, നിങ്ങൾ റിപ്ലൈ ചെയ്യണം, അങ്ങനെയൊക്കെ ഇവർക്ക് ചിന്തയുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ദേഷ്യം വരും, എന്തെങ്കിലും പറയും, അത് കഴിഞ്ഞ് വിഷമിക്കും, പിന്നെ വീണ്ടും നിങ്ങളെ സമാധാനിപ്പിക്കാൻ വിളിക്കും. അങ്ങനെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് എന്ന് കാണുന്നു കേട്ടോ. കപ്സ് വെച്ചിട്ട് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം, ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം, അതേപോലെ ലിബ്ര ജമുന അക്വേറിയസ് തുലാം മിഥുനം കുംഭം. ക്ലാരിഫൈ 6 of cups, clarify 6 of cups, clarify 6 of cups. സിക്സ് ഓഫ് പെൻഡക്കിൾസ് ഇൻ ദ വേൾഡ് ലോങ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ജോലി സംബന്ധമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ആണ്, എബ്രോഡ് ആയിരിക്കാം. അവിടെ നിങ്ങളെപ്പറ്റി നൊസ്റ്റാൾജിക് ആയിട്ട്
ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഇവർ തരാറുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം, സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണമെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ലോങ് ടേം റിലേഷൻ ആയിരിക്കണം. ഇത് നിങ്ങളുടെ പാരൻസിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ചിന്തിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ്, ഓക്കെ, നിങ്ങളുടെ ഫാമിലി, അവരെക്കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിച്ചത്. ജോലി സംബന്ധമായി നിങ്ങൾ എബ്രോഡൊക്കെ ആയിരിക്കണം. അവിടെ ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം ഫൈനാൻഷ്യൽ സപ്പോർട്ട് അവിടെ നല്ലപോലെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നൊസ്റ്റാൾജിക്കായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ലോങ് ടേം മാരേജ് ഒക്കെ ആയിരിക്കണം, ഒരുപാട് കാലം കല്യാണം കഴിഞ്ഞിരിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കണം. ഓക്കെ, അവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ ഏസ് ഓഫ് പെന്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെന്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെന്റക്കിൾസ്. എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് സ്വാർഡ്സ്. അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ, ഒരു ഘട്ടത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം, ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്ത് തന്നെ ആയാലും അവർക്ക് അവിടെ ഒരു ക്ലാരിറ്റി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കത്തിന് മുന്നോട്ട് വരാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു തീരുമാനത്തിൽ അവരെത്തുന്നതായിട്ട്. എയ്റ്റ് ഓഫ് കപ്സ് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ എയ്റ്റ് ഓഫ് കപ്സ്. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ സാഹചര്യം എന്താണ്? എയ്റ്റ് ഓഫ് കപ്സിൻ്റെ സാഹചര്യം എന്താണ്? ഗിവ് മീ വൺ കാർഡ്. ഒരു തീരുമാനം എടുക്കാതെ അവർ നിങ്ങളെ ഹാങ്ങിങ്ങിൽ നിർത്തിയിരിക്കുകയായിരുന്നെങ്കിൽ ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്, ചാരിയറ്റ് വെച്ചിട്ട് കേട്ടോ. ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. പ്രോബബ്ലി അവിടെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ആയിരുന്നിരിക്കണം. ജോലി ആയിട്ടുണ്ടാവില്ല. അവിടെ ഒരു പുതിയ തുടക്കം ഒരു ജോബിലും കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് കിട്ടുന്നതായിട്ടും. എയ്റ്റ് ഓഫ് കപ്സ് അവിടെ ഗോയിങ് അവേ അല്ല കമ്മിങ് ടു യു എന്നുള്ള രീതിയിലാണ്. ചാരിയറ്റ് വെച്ച് ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കർക്കിടകം, ക്യാൻസർ കർക്കിടക രാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. Clarify Six of Pentacles. Clarify Six of Pentacles. Nine of Cups and Six of Wands. അവർക്ക് നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്നവർ ചിന്തിക്കുന്നുണ്ട്. ഡിവൈൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഇവർ ഒരുപാട് പ്രാർത്ഥിക്കാറുമുണ്ട്. നിങ്ങളെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവർ കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം. അവരുടെ ലൈഫിൽ വേറെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഫുൾഫിൽ ചെയ്ത് തരണേ എന്ന് പറഞ്ഞ് ഇവർ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവിടെ കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീനം, അതേപോലെ വാൻസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ആൽഫബറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഫീലിങ്സ് ഒക്കെ നോക്കിയിട്ട് ഒരുപാട് നാളായി അല്ലേ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് ഏകദേശം പിടി കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഒരുവിധം എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു അല്ലേ? ഒരുവിധം എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു നമുക്ക്. അപ്പോൾ അഥവാ ആർക്കെങ്കിലും ഇവിടെ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ടിരിക്കുക. എനർജീസ് മാറി വരും മനുഷ്യൻ്റെ അല്ലേ. എപ്പോഴും ഒരേ സിറ്റുവേഷനിൽ നിൽക്കില്ല, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മെസ്സേജസ് ഞാൻ മറ്റേ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പോയി കണ്ടോളൂ. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിൽ നമ്പർ കൊടുത്തേക്കാം, സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലൈവ് വന്നിട്ട് ഫ്രൈഡേ രാവിലെ 11 മണിക്ക്. ഓക്കെ, കമ്മിങ് ഫ്രൈഡേ എല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഈ കഴിഞ്ഞ ട്യൂസ്ഡേ റിപ്ലൈ കിട്ടിയവരെ ദയവായിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യുമെങ്കിൽ മറ്റുള്ളവർക്കൊരു ചാൻസ് കിട്ടുമായിരുന്നു. ഓക്കെ, അങ്ങനെയൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ. ഓൾറെഡി റിപ്ലൈ കിട്ടിയവരൊന്നും വരാതിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. വേറെ എന്താണ്? അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.